ഇതാണ് നിങ്ങൾ ഏകദേശം ഒരു 25 ആൾക്കാർ എടുക്കുന്നൊരു വൻ പ്രോസസ്സാണത്. എന്താ പറയുക, നിൽക്കാൻ കഴിയില്ല, അയാൾ ചൂടാക്കണം. നല്ല ചൂടാണ്, അത് പിടിക്കാൻ കഴിയില്ല. ഇത് കുടിച്ച് കഴിഞ്ഞാണ്ടല്ലോ കയ്യും ഇതല്ലേ ഭയങ്കര ചൂടാണ്. ചെമ്പ് കണ്ടോ നിങ്ങൾ, ഇതേമാതിരി ഒരു ട്രെയിൻ മോഡൽ. എന്താ പറയുക, ഹാർഡ് വർക്ക് നമ്മൾ സമ്മതിക്കണം കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ അത് ശർക്കര ആയിട്ട് അത് കൊണ്ടുപോവാണ്. പിന്നെ വൃത്തിയും കാര്യം നോക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇന്ത്യയിൽ ഇതിനൊന്നൊരു എന്താ പറയുക, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. എന്തുണ്ടാക്കി എങ്ങനെയും വിൽക്കാമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ പാടങ്ങൾ ഇവിടെ ലീസിനെടുത്തിട്ട് വർഷങ്ങളോളം ഈ സംഭവം ചെയ്യുന്ന, അതായത് ഇപ്പം ഏകദേശം ഒരു കമ്പനിക്ക് 30 വർഷത്തെ പാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഈ പ്രൊഡക്ഷന് പല സ്ഥലത്തുണ്ട്. കൂടുതലായിട്ടും പ്രൊഡക്ഷൻ ഉള്ളത് തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്ര, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഭാഗങ്ങളിലാണല്ലോ കേട്ടോ. അതുപോലെ കരിമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൂടാറാൻ വേണ്ടി നല്ല വലിയ ഫാനൊക്കെ വെച്ചിട്ട് ഇവിടെ തണുപ്പിക്കാണ് ചെയ്യുന്നത്. സംഭവം എന്താ പറയുക, നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണുമ്പോൾ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു സിമ്പിളാണ്, പക്ഷെ അത്രയും ചൂട് സഹിച്ചിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് സേലത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇന്നത്തെ ഡിഗ്രി 43 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സ്ഥലത്താണ് എടുക്കുക.